ഹരി ഓം. ദശകം 71, ശ്ലോകം 7. കംസായ തേ ശൗര്യസുതത്വമുക്ത്വാ തം തദ്വധോത്കം പ്രതിരുധ്യ വാചാ പ്രാപ്തേന കേശിക്ഷപണാവസാനേ ശ്രീനാരദേന ത്വമഭിഷ്ടുതോ ഭൂഃ. കംസായ തേ ശൗരി സുതത്വം ഉക്ത്വാ കംസായ തേ ശൗരി സുതത്വമുക്ത്വാ തം തദ് വധ ഉക്തം തദ്വധോത്കം പ്രതിരുധ്യ വാചാ തം തദ്വധോത്കം പ്രതിരുധ്യ വാചാ പ്രാപ്തേന കേശിക്ഷപണ അവസാനേ ശ്രീനാരദേന ത്വം അഭിഷ്ടുതഃ അഭൂഃ ത്വമഭിഷ്ടുതോ ഭൂഃ. ശ്രീനാരദേന ത്വമഭിഷ്ടുതോ ഭൂഃ. കംസായ തേ ശൗരിസുതത്വമുക്ത്വാ തം തദ്വധോത്കം പ്രതിരുധ്യ വാചാ പ്രാപ്തേന കേശിക്ഷപണാവസാനേ ശ്രീനാരദേന ത്വമഭിഷ്ടുതോ ഭൂഃ. ശ്ലോകം 7 അന്വയവും അർത്ഥവും. അപ്പോൾ ആ കേശിവധമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നാരദൻ ഭഗവാന്റെ അടുക്കൽ ഗോകുലത്തിൽ വരികയാണ്. എന്നിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. അതാണ് 7-ാം ശ്ലോകം. തേ ശൗരിസുതത്വം കംസായ ഉക്ത്വാ തദ്വധോത്കം തം വാചാ പ്രതിരുധ്യ കേശിക്ഷപണാവസാനേ പ്രാപ്തേന ശ്രീനാരദേന ത്വം അഭിഷ്ടുതഃ അഭൂഃ. തേ നിന്തിരുവടി ശൗരി സുതത്വം. ശൗരി എന്ന് പറഞ്ഞാൽ വസുദേവര്, സുതൻ എന്ന് പറഞ്ഞാൽ പുത്രൻ. അപ്പോൾ നിന്തിരുവടി ശൗര്യസ്തുതത്വം വസുദേവരുടെ പുത്രനാണെന്ന് കംസായ ഉക്ത്വ കംസനോട് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? നാരദൻ കംസൻ്റെ അടുക്ക് ചെന്നിട്ട് പറയാണ് നാരായണ നാരായണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ആ കൃഷ്ണൻ വസുദേവരുടെ പുത്രനാണ് എന്ന് പറയുകയാണ്. അപ്പം തദ്വധോത്കം തം വാചാ പ്രതിരുധ്യ. അപ്പോൾ ഇത് കേട്ടുടനെ കംസൻ ക്രോധാകുലനായി. എന്നിട്ടോ കംസൻ എന്ത് ചെയ്തു? വസുദേവരെ അങ്ങ് കൊല്ലാനായിട്ട് തീരുമാനിച്ചു. വസുദേവരുടെ അല്ലേ പുത്രൻ കൃഷ്ണൻ എന്ന വസുദേവരെ തന്നെ കൊന്നേക്കാമെന്ന് തീരുമാനിച്ചു കൊല്ലാൻ തുടങ്ങിയപ്പോഴേക്കും തദ്വധോത്കം തം വാചാ പ്രതിരുധ്യ ആ കംസനെ പറഞ്ഞ് മനസ്സിലാക്കി. കംസൻ ഈ വസുദേവരെ കൊന്നിട്ട് യാതൊരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു. അപ്പോഴാണ് ഈ കംസൻ തീരുമാനിച്ചത് കംസൻ്റെ ഉറ്റ സുഹൃത്തായ കേശി എന്നുള്ള അസുരനെ ഈ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് വിടാമെന്നൊക്കെ തീരുമാനിക്കുന്നത്. കേശിക്ഷപണാവസാനേ പ്രാപ്തേന ശ്രീനാരദേന ത്വം അഭിഷ്ടുതഃ അഭൂഃ. കേശിവധം കഴിഞ്ഞപ്പോഴേക്കും, അതാണ് കേശിക്ഷപണാവസേന, കേശിവധം കഴിഞ്ഞപ്പോഴേക്കും പ്രാപ്തേന വന്നുചേർന്ന ശ്രീനാരദൻ ത്വം അഭിഷ്ടുതഃ അഭൂഃ നിന്തിരുവടിയെ സ്തുതിച്ചു. അപ്പോൾ കേശിവധമൊക്കെ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും നാരദൻ ഗോകുലത്തിലേക്ക് എത്തിച്ചേർന്നു ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ അസുരനെ കൊന്നില്ലേ, അതിൻ്റെ ആ സന്തോഷം അതിനു വേണ്ടിയിട്ട് ഭഗവാനെ സ്തുതിക്കുവാൻ വേണ്ടിയിട്ട് ഗോകുലത്തിൽ എത്തിച്ചേർന്നു, ഭഗവാനെ സ്തുതിച്ചു. ഈ അരിഷ്ടവധമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ നാരദൻ കംസൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നത് ഈ പിന്നെ രാമനും കൃഷ്ണനും ഒക്കെ വസുദേവരുടെ പുത്രനാണെന്ന്. അപ്പോൾ ആ കംസൻ്റെ അടുക്കൽ ചെന്നിട്ട് നിന്തിരുവടി വസുദേവ പുത്രനാണെന്ന് പറയുകയും അത് കേട്ടിട്ട് ആ ക്രോധാകുലനായിട്ട് വസുദേവരെ വധിക്കുവാനായിട്ട് കംസൻ പുറപ്പെട്ടു. അപ്പോൾ ആ കംസന് ആ വധത്തിൻ്റെ ആ അർത്ഥമില്ലായ്മ പറഞ്ഞു മനസ്സിലാക്കി നാരദൻ. എന്നിട്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടാണ് ആ കേശിവധം കഴിഞ്ഞപ്പോഴേക്കും ആ ഗോകുലത്തിൽ വന്നു ചേർന്ന ആ നാരദ മഹർഷി നിന്തിരുവടിയെ വന്ദിച്ച് സ്തുതിച്ചു. കംസായ തേ ശൗരിസുതത്വമുക്ത്വാ തം തദ്വധോത്കം പ്രതിരുധ്യ വാചാ പ്രാപ്തേന കേശിക്ഷപണാവസാനേ ശ്രീനാരദേന ത്വമഭിഷ്ടുതോ ഭൂഃ.